വഖഫ് നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ പാസായി. 288 പേർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ 232 പേരാണ് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തത്. ബില്ല് അവതരിപ്പിച്ച് ചർച്ചയ്ക്ക് ശേഷമായിരുന്നു വോട്ടെടുപ്പ്. 14 മണിക്കൂറിലേറെ നീണ്ട നടപടികൾക്ക് ശേഷമാണ് ബില്ല് ലോക്സഭ കടന്നത്. പ്രതിപക്ഷ അംഗങ്ങൾ അവതരിപ്പിച്ച ഭേദഗതികൾ വോട്ടിലിട്ട് തള്ളി. കെ.സി. വേണുഗോപാൽ, ഇ.ടി. മുഹമ്മദ് ബഷീർ, കെ. രാധാകൃഷ്ണൻ, എൻ.കെ. പ്രേമചന്ദ്രൻ എന്നിവരുടെ നിർദ്ദേശങ്ങളും വോട്ടിലിട്ട് തള്ളി. 2025 ഏപ്രിൽ 3-ാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ബില്ല് പാസ്സായത്. വഖഫ് സ്വത്തുക്കളെ നിയന്ത്രിക്കുന്ന 1995 നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് കേന്ദ്ര സർക്കാർ ബില്ല് അവതരിപ്പിച്ചത്. ബില്ല് ഇന്ന് തന്നെ രാജ്യസഭയിലും അവതരിപ്പിക്കും. ബില്ല് പരിശോധിക്കാൻ രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതി തങ്ങളുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചില്ല എന്ന് പ്രതിപക്ഷം വാദിച്ചു. ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്നും സർക്കാർ ന്യൂനപക്ഷങ്ങളെ അപകീർത്തിപ്പെടുത്താൻ അവകാശങ്ങൾ നിഷേധിക്കാൻ ശ്രമിക്കുകയാണെന്നും ഭരണഘടനയ്ക്കെതിരെ 4D ആക്രമണം നടത്തുകയാണെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ഉറക്കമിളച്ച് ഭേദഗതി ബില്ലിന്റെ വിധി എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി ഒരു പറ്റം ജനത കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. ലോക്സഭയിൽ വഖഫ് ബില്ല് വൻ ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കിയെടുത്തിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. 2-5 വൻ ഭൂരിപക്ഷത്തോടുകൂടി ബില്ല് പാസ്സാക്കിയ വിവരം പുറത്തു വരുന്നത്. ശബ്ദ വോട്ടോടെ പ്രതിപക്ഷ നിർദ്ദേശങ്ങൾ തള്ളിയപ്പോൾ ആ സമയം മുതൽ മുനമ്പത്തെ സമരപ്പന്തലിൽ ആഹ്ലാദ പ്രകടനം ആരംഭിച്ചിരുന്നു. പടക്കം പൊട്ടിച്ചും ആർപ്പ് വിളിച്ചുമാണ് കേന്ദ്രം പാസ്സാക്കിയ വഖഫ് ബില്ലിനെ അവർ എതിരേറ്റത്. രാത്രി 12 മണിക്ക് ശേഷമാണ് ഭേദഗതി ബില്ല് വോട്ടിനിട്ടത്. 390 പേർ പങ്കെടുത്ത വോട്ടെടുപ്പിൽ ആദ്യ ഭേദഗതിക്ക് 226 വോട്ടാണ് ലഭിച്ചത്. 163 പേർ എതിർത്തു, ഒരാൾ വിട്ടുനിന്നു. തുടർന്ന് മറ്റു ഭേദഗതികളും വോട്ടിനിട്ടു. ജഗദാംബിക പാൽ അധ്യക്ഷനായിട്ടുള്ള സംയുക്ത പാർലമെന്ററി സമിതി അഥവാ JPC തങ്ങളുടെ റിപ്പോർട്ടിനൊപ്പം സമർപ്പിച്ച വഖഫ് ബില്ലിന്റെ കരട് പുതിയ ബില്ലാക്കി അടിച്ചേൽപ്പിച്ചത് നിയമവിരുദ്ധമാണ് എന്ന് സഭാചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ഉദ്ധരിച്ച് N.K. പ്രേമചന്ദ്രൻ ക്രമപ്രശ്നത്തിലൂടെ ചോദ്യം ചെയ്തു. അതേസമയം വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭേദഗതി ബില്ലിനെ വ്യവസ്ഥയിൽ വിശദീകരണവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തി. ബോർഡിലെ മുസ്ലിം ഇതര വിഭാഗങ്ങൾക്ക് മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ യാതൊരു പങ്കും ഉണ്ടായിരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബില്ലിന്മേൽ നടന്ന ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു അമിത്ഷാ. ബില്ലിനെ കുറിച്ച് പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും അമിത്ഷാ വിമർശിച്ചു. ഏതെങ്കിലും സമുദായത്തിന്റെ മത ആചാരങ്ങളിൽ കൈകടത്തുന്നതല്ല നിർദ്ദിഷ്ട നിയമനിർമ്മാണം. വഖഫ് വസ്തുവകകൾ കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യത ഉറപ്പുവരുത്താനും ക്രമക്കേടുകൾ തടയാനുമാണ് ബില്ലിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തങ്ങളുടെ വോട്ട് ബാങ്കിനു വേണ്ടി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭയം നിറയ്ക്കാനാണ് പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്തുന്നതെന്നും അമിത്ഷാ വിമർശിച്ചു. മതപരമായ കാര്യങ്ങളിൽ കൈകടത്തുക എന്നതല്ല വഖഫ് ബോർഡിലെ മുസ്ലിം ഇതര അംഗങ്ങളുടെ ചുമതല. ഭരണ നിർവഹണം നിയമാനുസൃതമായിട്ട് തന്നെയാണോ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. എന്ത് കാര്യത്തിനു വേണ്ടിയാണോ സംഭാവന ലഭിച്ചത് ആ തുക അതിനുവേണ്ടി തന്നെയാണ് ചിലവഴിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അതാണ് അവരുടെ ഉത്തരവാദിത്വമെന്നും അമിത്ഷാ പറഞ്ഞു. 2013 വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്താതെയായിരുന്നു എങ്കിൽ ഇപ്പോൾ ഈ ഭേദഗതി ബില്ലിന്റെ ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. 2013 ഭേദഗതിയാണ് കൂടുതൽ സങ്കീർണതയിലേക്ക് കൊണ്ടുപോയത്. എല്ലാം നന്നായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ 2014 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ 2013 വഖഫ് നിയമത്തിൽ വളരെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരുത്തി. അതിന്റെ ഫലമായി ല്യൂട്ടൻസ് ഡൽഹിയിലെ 123 VVIP വസ്തുവകകൾ കോൺഗ്രസ് സർക്കാർ വഖഫിന് കൈമാറി. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയായിരുന്നു അത് എന്നും അമിത്ഷാ വിമർശിച്ചു. വഖഫ് ഭേദഗതി ബില്ല് നിയമമാകുന്ന പക്ഷം അതിന് മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കില്ലെന്നും അമിത്ഷാ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെയുണ്ട് എന്നത് തെറ്റായ പ്രചാരണമാണെന്നും സഭയിൽ സംസാരിക്കുമ്പോൾ ഉത്തരവാദിത്വത്തോടുകൂടി സംസാരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു നിയമവും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി കൊണ്ടുവരരുത് എന്നതാണ് BJPയുടെയും മോദി സർക്കാരിന്റെയും നയം. നീതിക്ക് വേണ്ടിയാകണം നിയമം കൊണ്ടുവരേണ്ടതെന്നും അമിത്ഷാ പറഞ്ഞു. ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി എല്ലാവർക്കും ഒരേപോലെ അവരുടെ മതം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അതൊക്കെ അന്തസ്സായിട്ട് അനുഷ്ഠിച്ച് അവർക്ക് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ
ഇത്തരം നിയമങ്ങൾ അനിവാര്യമാണ്. അത് തന്നെയാണ് BJP സർക്കാർ ഇതുവരേക്കും ചെയ്തുകൊണ്ടിരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ആ ജനങ്ങളുടെ സന്തോഷമുണ്ടല്ലോ, അതൊന്ന് കാണേണ്ടത് തന്നെ കേട്ടോ. നരേന്ദ്രമോദിക്കാണ് ജയ് വിളിക്കുന്നത്. ജനഹിതങ്ങളറിയാതെ നടപ്പിലാക്കും നിയമങ്ങൾ കടലിലെയും കട്ടായം മതേതരം ഭാരതം മതനിയമം വേണ്ടേ വേണ്ട, മതഭരണം വേണ്ടേ വേണ്ട. ഞങ്ങളുടെ പൊന്നാട്ടിൽ വഖഫ് എന്നൊരു പേര് പറഞ്ഞ് ഇങ്ങോട്ടാരും കടക്കണ്ട. ജനിച്ച മണ്ണിൽ ജീവിച്ചില്ലേ, മരിച്ചു വീഴും കട്ടായോ. ജനമനസ്സുകളറിയാതെ ജനഹിതങ്ങളറിയാതെ നടപ്പിലാക്കും നിയമങ്ങൾ കടലിലെറിയും കട്ടായോ. പറയുവതാരെന്നറിയാമോ? കടലമ്മയുടെ പൊന്മക്കൾ ജനമനസ്സുകളറിയാതെ ജനഹിതങ്ങളറിയാതെ നടപ്പിലാക്കും നിയമങ്ങൾ കടലിലെറിയും കട്ടായോ. ഇതുവരെ ഉറങ്ങാതെ അവരാ ബില്ല് എങ്ങനെയാണ്, കാരണം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണിതേ. അതുകൊണ്ട് ഇത് ഏത് രൂപത്തിലാണ് ഭവിക്കുന്നത്, എത്ര വോട്ടാണ് ലഭിക്കുന്നത്, ലോക്സഭയിൽ ഇത് പാസ്സായി കഴിഞ്ഞാലാണ് അടുത്ത രാജ്യസഭയിലേക്ക് വരെ എന്തായിരിക്കും എന്ന് ആകാംക്ഷാഭരിതരായി ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് 2 മണിക്കും ഉറക്കമൊഴിഞ്ഞവർ കാത്തിരിക്കുവാണ്. അവരുടെ നിലനിൽപ്പ് തകരുമോ അതോ രക്ഷപ്പെടുമോ എന്നറിയുന്നതിന് വേണ്ടി പൊള്ളിച്ചട്ടുക്കുവാണ് മുദ്രാവാക്യം. നടപ്പിലാക്കും നിയമങ്ങൾ കടലിലെറിയും കട്ടായോ. മതേതരം ഭാരതം മതനിയമം വേണ്ടേ വേണ്ട, മതഭരണം വേണ്ടേ വേണ്ട. ഞങ്ങളുടെ പൊന്നാട്ടിൽ വഖഫ് എന്നൊരു പേര് പറഞ്ഞ് ഇങ്ങോട്ടാരും കിടക്കേണ്ട. കുടിയന്മാരല്ല ഞങ്ങൾ, കുടികിടപ്പുകാരുമല്ല. ഞങ്ങൾ തന്നെ അവകാശികൾ. ഞങ്ങൾ ജയിച്ചറിഞ്ഞില്ലേ, ഇന്ത്യ ജയിച്ചറിഞ്ഞില്ലേ.
ഭാരതം ജയിച്ചതറിഞ്ഞില്ലേ? അയ്യോ നിങ്ങൾ അറിഞ്ഞില്ലേ? അയ്യോ നിങ്ങൾ അറിഞ്ഞില്ലേ? ഞങ്ങൾ ജയിച്ചതറിഞ്ഞില്ലേ? ഞങ്ങൾ ജയിച്ചതറിഞ്ഞില്ലേ? ജനഹിതങ്ങൾ അറിയാതെ, ജനമനസ്സ് കാണാതെ, ജനമനസ്സ് കാണാതെ നടപ്പിലാക്കും നിയമങ്ങൾ, നടപ്പിലാക്കും നിയമങ്ങൾ കടലിലെറിയും കട്ടായം, കടലിലെറിയും കട്ടായം, കടലിലെറിയും കട്ടായം. മതേതരം 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 ഭാരതം, മതേതരം 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 ഭാരതം. മതനിയമം വേണ്ടേ വേണ്ട, മതഭരണം വേണ്ടേ വേണ്ട. ഞങ്ങളുടെ പൊന്നാട്ടിൽ, ഞങ്ങളുടെ പൊന്നാട്ടിൽ, ഞങ്ങളുടെ പൊന്നാട്ടിൽ വഖഫ് എന്നൊരു പേര് പറഞ്ഞ്, വഖഫ് എന്നൊരു പേര് പറഞ്ഞ് ഇങ്ങോട്ടാരും കിടക്കേണ്ട, ഇങ്ങോട്ടാരും കിടക്കേണ്ട. ജനിച്ച മണ്ണിൽ ജീവിച്ചില്ലേ, ജനിച്ച മണ്ണിൽ ജീവിച്ചില്ലേ? കട്ടായം. ഒരു ജനതയുടെ പോരാട്ട വീര്യവും അവരുടെ സ്വത്തും അഭിമാനവും ജീവനും സംരക്ഷിക്കാൻ നിർബന്ധമായും ബാധ്യതയുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെയും വിജയമാണിത്. അഭിനന്ദനങ്ങൾ.